ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക്. ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. 4 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് റെഡ് അലേർട്ടിന്റെ പരിധിയിൽ ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാന്തന സാജു വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സ്വാന്തന, അപ്പോൾ ഇന്നും വരും ദിവസങ്ങളിലും ഓരോ ജില്ലകളിലും പ്രതീക്ഷിക്കുന്ന ഒരു കാലാവസ്ഥ എങ്ങനെയാണ് സ്വാന്തന? ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അത്രയും മഴ പെയ്യുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ജാഗ്രത പൂർണ്ണമായും കൈവിടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അലേർട്ടുകൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ഇന്നും നാളെയും കൂടി വ്യാപകമായി മഴയുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവന്ന അലേർട്ടുകൾ പ്രകാരം കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതുമാത്രവുമല്ല, ഇന്നിപ്പോൾ 4 ജില്ലകളിൽ ഷിഹാസ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വടക്കൻ ജില്ലകളിലാണ് ഈ ഒരു അലേർട്ട് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 4 ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ഈ 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് വന്നിരിക്കുന്നത്. മറ്റ് 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുള്ള ഒരു ദിവസമാണെന്ന്. അപ്പോൾ പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലുള്ളവരും അതുപോലെ തന്നെ അപകട സാധ്യതാ മേഖലകളിലുള്ളവരും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർത്തിയിരുന്ന അതേ ജാഗ്രത ഇന്നുകൂടി തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ കൂടി ഇപ്പോൾ മഴ ഉണ്ടാകുമെന്നാണ് ഈ അലേർട്ടുകൾ പ്രകാരം മനസ്സിലാകുന്നത്. കാരണം നാളെ ഇപ്പോൾ 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അടുത്ത ദിവസം മുതൽക്ക് തന്നെ ഒരു ജില്ലകളിലും നിലവിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. 2 ചക്രവാത ചുഴിയാണ് നിലനിൽക്കുന്നത്. 2 ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ 2ന്റെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ശക്തി കുറയുന്ന മുറയ്ക്ക് തന്നെ മഴയുടെ ഒരു സ്വാധീനവും
വെള്ളവും സംസ്ഥാനത്ത് ലഭിക്കുന്നതിന്റെ അളവ് കുറയും എന്ന് തന്നെയാണ് എന്തായാലും കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് എന്തായാലും ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കും നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, സ്വാന്തന സാജി.